വർഗീയ കലാപം സൃഷ്ടിക്കലായിരുന്നു ആക്രമണത്തിന്റെ ലക്ഷ്യമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പള്ളിയോടനുബന്ധിച്ച താമസ സ്ഥലത്ത് ഉറങ്ങുകയായിരുന്ന മദ്രസാധ്യാപകനെ വിളിച്ചുണർത്തി കൊലപ്പെടുത്തിയത് ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണെന്നും പോലീസ് സംശയിക്കുന്നു. ലക്ഷ്യം കലാപമായിരുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കി. ഒരു വർഗീയ രീതിയിലാണ് കാണുന്നത്. ഈ ആൾക്കാരനെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ട് പിന്നെ ചോദ്യം ചെയ്യേണ്ടതായിരിക്കും. പിന്നെ എന്തെങ്കിലും പുതിയ വെളിപ്പെടുത്തൽ ഇല്ലെങ്കിൽ നടപടി സ്വീകരിക്കേണ്ടതായിരിക്കും. കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത 3 പ്രതികളും RSSന്റെ സജീവ പ്രവർത്തകരാണ്. പരിശീലനം ലഭിച്ച RSS പ്രവർത്തകരിലൂടെ കലാപം സൃഷ്ടിക്കാനായിരുന്നു ശ്രമമെന്ന് CPM നേതാവ് CH കുഞ്ഞമ്പു ആരോപിച്ചു. വളരെ ബോധപൂർവം കാസർഗോഡ് ഒരു വർഗീയ സംഘർഷം ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പള്ളിയിൽ കയറിയിട്ട് വന്നത്. ഉന്നത നേതൃത്വമുണ്ട്, ആസൂത്രിതമായ ആലോചനയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ കൊലപാതകം നടന്നത്. ആസൂത്രിത കലാപമുണ്ടാക്കി രാഷ്ട്രീയ നേട്ടം കൊയ്യുന്ന സംഘപരിവാറിന്റെ ഉത്തരേന്ത്യൻ ശൈലിയുടെ പരീക്ഷണമായിരുന്നു ഇവിടെ നടന്നതെന്ന സംശയവും കാസർകോട്ടെ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകർ പങ്കുവെക്കുന്നു. ഷഫീഖ് നസ്രുള്ള, മീഡിയ 1, കാസർഗോഡ്.